ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് തലാജിത്തിന്റെ വരാൻ പോകുന്ന സിനിമ ഗുഡ് ബാഡ് അഗ്ലി ഏപ്രിൽ 10 റിലീസ് ചെയ്യുന്നു. പക്ഷെ ഇതല്ല അപ്ഡേറ്റ്. ഇതിനേക്കാൾ വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജി.വി. പ്രകാശ് ഈ അടുത്ത കാലത്ത് കൊടുത്തുള്ളൊരു ഇന്റർവ്യൂ ആണ്. ഒരു ഇന്റർവ്യൂ പറയുന്നത് ഈ സിനിമ പക്ക ഒരു ആദിത്യ രവീന്ദ്ര മൂവി ആ വ്യക്തിയുടെ ഒരു ഫാൻ ബോയ് ആണ്. കാരണം അദ്ദേഹം വലിയൊരു ഫാനാണ് തലാജിത്തിന്റെ. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് ഈ നമ്മുടെ എന്താ പറയുക ഈ തലാജിത്തിന് കൊടുക്കുന്നത്. കാരണം ആ തലാജിത്തിന്റെ നമ്മൾ ഏത് രീതിയിലാണ് ഒരു പ്രേക്ഷകരുടെ നിലയിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് തന്നെ ഒരു 10 മടങ്ങ് മുകളിലായിരിക്കും ഈ സിനിമ നമ്മൾ വിചാരിക്കുന്നേക്കാളും. അത്രമാത്രം വലിയൊരു ഫാൻ ബോയ് ആണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദിത്യ രവീന്ദ്ര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഡയറക്ടിങ് സ്കില്ല് നമുക്ക് അറിയണമെങ്കിൽ മാർക്ക് ആന്റി വേൾഡ് സിനിമ കണ്ടാൽ മതി. അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഏറ്റവും സൂപ്പർ മൂവി ആയിട്ടുള്ളൊരു മൂവിയാണ് മാർക്ക് ആന്റണി. അതിൽ നമ്മുടെ വിശാൽ ആയിക്കോട്ടെ, എസ്.ടി. സൂര്യ ആയിക്കോട്ടെ, അത് ഒരു പ്രത്യേകത. അതിൽ ആ ഒരു മൂവിക്ക് ശേഷമാണ് ചിലപ്പോൾ എസ്.ടി. സൂര്യ എന്ന വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു വില്ലൻ ക്യാരക്ടറിന് കുറച്ചുകൂടി എന്താ പറയുക പോപ്പുലാരിറ്റി കിട്ടി ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിനുശേഷം അദ്ദേഹം എല്ലാ വൻ മൂവിയിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആ ക്യാരക്ടർ മാർക്ക് ആന്റണി കാണിച്ച അതേ ക്യാരക്ടർ തന്നെ എല്ലാവരും കാണിക്കുന്നു. അതിലൊന്നും വലിയ തർക്കമില്ല. എന്നിരുന്നാലും പക്ഷെ ഇതിൽ വരുന്നത് നമ്മളൊരു വിക്രം എന്ന മൂവി ചെയ്ത് നമ്മുടെ കമലഹാസനെ ഒരു ട്രിബ്യൂട്ട് കൊടുത്ത പോലെ, ലോകേഷ് കനകരാജ് കൊടുത്ത പോലെ, അതോടൊപ്പം തന്നെ കാർത്തിക് സുബരാജ് പേട്ട ചെയ്ത് രജനിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്ത പോലെ എന്ന് വെച്ചാൽ ആ ഒരു ഫാൻ ബോയ് മൂവ്മെന്റ്, ഫാൻ ബോയ് എങ്ങനെ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കുറേ ചേരുവകളുണ്ടല്ലോ. അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും, സ്റ്റൈലിഷ് ആയിട്ടും എങ്ങനെ കാണിക്കാൻ പറ്റും ആ ഒരു എക്സ്പെക്റ്റഡ് ലെവലിൽ, അങ്ങനെയൊക്കെ തന്നെ ഈ കാർത്തിക് സുബരാജ് മറ്റേ വിക്രമിൽ ലക്ഷ്യം കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും ഒരു 10 മടങ്ങ് കൂടുതലാവാനുള്ള ചാൻസേ ഈ സിനിമയിൽ ഉള്ളൂ. കാരണം അത്രമാത്രം ഒരു തീവ്രமான ഫാൻ അപ്പടിയെല്ലാം சொல்லണം. അങ്ങനെ ഒരു പറയുന്നൊരു രീതിയിലാണ് എന്താ പറയുക രവീന്ദ്രൻ വന്ന ഡയറക്ടർ നമ്മുടെ തലാജിത്തിനെ വെച്ച് ഈ ഗുഡ് ബാഡ് അഗ്ലി എന്ന മൂവി ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ ഓരോ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഒരു അട്ടഹസിച്ചുള്ളൊരു അഭിനയമായിട്ടാണ് എനിക്ക് തലാജിത്തിനെ കാണാൻ പറ്റുന്നത്. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്നത് വേതാളം ആയിക്കോട്ടെ, ഒരു വേതാളം ഒരു എന്താ പറയുക ഒരു പക്ക മാസ് മസാല പോലെ അമ്മാതിരി സാധനം. പക്ഷെ അത് ഇഡിവിറ്റൈസ് ചെയ്ത സാധനമായിരുന്നു. തലാജിത്ത് പറഞ്ഞാൽ വിളയാണ്. തിയേറ്ററൊക്കെ പൂരപ്പെടും. ഞങ്ങളൊക്കെ സിനിമ കാണുമ്പോൾ ഭയങ്കര ഒരു രക്ഷയില്ല. കാരണം ഡയലോഗൊന്നും കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം അത്രമാത്രം ഒരു ഫാൻ ബേസിൽ സ്ലോ മോഷനോ അത് ഇത് തലാജിത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ പരിപാടിയാണ്. കാരണം അയാൾക്കിപ്പോൾ നാഷണൽ അവാർഡൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ അമ്മാതിരി സാധനം നമുക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു 2.5 മണിക്കൂർ നമ്മൾ ജോലി അടിക്കണം, പാക്ക പൊളിച്ചെടുക്കണം. അമ്മാതിരി സാധനം അതിനേക്കാളും ചിലപ്പോൾ ഒരു ഇടിവെട്ട് സാധനമായിരിക്കും നമ്മുടെ ഈ തലാജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി മൂവി. കാരണം അതിൽ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ ഒരു രക്ഷത്തെ പോസ്റ്റേഴ്സ് ആണ്. കാരണം ഭയങ്കര യൂണിക് ആയിട്ടുള്ള പോസ്റ്റർ. ഇതുവരെയും തലാജിത്ത് നമുക്ക് ഇതുവരെ കാണാത്ത രീതിയിൽ ഇതുവരെ ജെന്റിൽമാൻ ലുക്കിലായിട്ടൊക്കെ അയാളുടെ മാസ് കാണിക്കും. പക്ഷെ ഇതൊരു കുറച്ചുകൂടി അൾട്ടിമേറ്റ് ജെന്റിൽമാൻ ആയിരിക്കും. അതിന് ജെന്റിൽമാൻ പ്ലസ് എന്താ പറയുക ഒരു പക്ക ഒരു എന്റർടൈൻ ആക്കില്ല അമ്മാര് സാധനം കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും ആ ഒരു പോസ്റ്റേഴ്സ് ഭയങ്കര. അപ്പൊ ഈ 2-3 ദിവസമായിട്ട് നമ്മൾ കാണാൻ പറ്റും, സോഷ്യൽ മീഡിയ കാണാൻ പറ്റുന്നില്ല. ഈ കുറച്ച് വീഡിയോസ് കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് ഈ പ്രൊഡക്ഷൻ ഹൗസ് ഇറക്കുന്നുണ്ട്. നമ്മുടെ തൃഷയുടെ റോളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഭയങ്കര യൂണിക്ക്. തൃശ്ശനെ പ്രസന്റ് ചെയ്യുന്ന രീതിയേ രസമാണ്. തൃശ്ശ ആയിക്കോട്ടെ, ഇതിൽ പിന്നെ ഇല്യാനയുണ്ട്, പിന്നെ നയൻതാര, ഇവർ 3 പേരുണ്ട്. അപ്പൊ 3 ആളുകൾക്കും ഒരു പോസ്റ്റിലേക്ക് കാണുമ്പോൾ ഗുഡ് ബാഡ് അഗ്ലി എന്നൊക്കെ പറയുമ്പോൾ 3 പേരൊക്കെ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പറയും. പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും പടം. പക്ഷെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലാണ്. കാരണം എങ്ങനെയാണ് ആദിത്യ രവീന്ദ്ര പറഞ്ഞ ആ ഒരു ഡയറക്ടർ ഇദ്ദേഹത്തിനെ വെച്ചിരിക്കുന്നത് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ആ ഒരു മാർക്ക് ആന്റണി പറഞ്ഞ മൂവി തന്നെ നമുക്ക് ഒരു ഒറ്റ നിരിപ്പിൽ കണ്ടാൽ മാത്രമേ ആ സിനിമ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. അല്ലാതെ നമ്മൾ ചില സിനിമകൾ കാണുന്ന പോലെ ഒരു 5 മിനിറ്റ് പിന്നെ കാണാം. അങ്ങനെയുള്ള വെച്ച് നമുക്ക് മാർക്ക് ആന്റണി ദഹിക്കില്ല. കാരണം 1 ടൈം ഇരുന്ന് അപ്പം ആ ഇരിപ്പിരുന്ന് കാണണം. അമ്മാതിരി സാധനമാണ് ആ ഒരു മാർക്ക് ആന്റണി. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളൊരു മികച്ചതായിരിക്കും. കാരണം മാർക്ക് ആന്റണി പറഞ്ഞാൽ അദ്ദേഹം ഫാൻ ബേസ് ചെയ്തതല്ല, അദ്ദേഹത്തിന്റെ പക്ഷെ വേറെ രീതി. പക്ഷെ അജിത്തിനെ വെച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻ ബോയ് എന്ന ആ വികാരം കൂടി ഉണരുന്നുകൊണ്ട് പടം കണ്ട് കയറണം. കാരണം നമ്മൾ വിടാമുയർച്ചിൽ കുറച്ച് ഡൗൺ ആയി വന്നു. കാരണം വിടാമുയർച്ചി ഒരു സ്ലോ ബേസ്ഡ് ആയ സിനിമയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അജിത്ത് ഇപ്പോൾ ഒരു ആക്ടറിന് നമ്മൾ ഒരേ രീതി മാത്രമല്ല പല രീതിയിലും കാണിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആക്ടിങ് സ്കില്ലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ബേസ് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് വിടാമുയർച്ചി വരുന്നത്. അപ്പൊ എന്നിരുന്നാലും ഈ സിനിമ ഗുഡ് ബാഡ് അഗ്ലി പറയണത് എന്താ പറയാ ഈ തിയേറ്ററിനെ പൂരപ്പുറം ആക്കുന്നില്ല. എന്താ പറയാ നെറ്റിക്കാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ എന്താ പറയാ ഒരു പക്ക മാസ് മസാലിന്റെ ഒരു എക്സ്ട്രീം ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ പോസ്റ്റേഴ്സ് തന്നെ ഒരു രക്ഷത്തെ പോസ്റ്റർ. അപ്പൊ എന്തായാലും ഇനി വരുന്നതിൽ അപ്ഡേറ്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ബൈ, സീ യു.